മക്കളെ, ആതിര മിസ് ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങൾക്ക് എക്സാം ആയല്ലോ. അപ്പൊ എക്സാമിന് വരാൻ ചാൻസ് കൂടുതലുള്ള, ഷുവർ ആയിട്ട് വരുന്ന ഉറപ്പുള്ള ഒരു ചോദ്യമായിട്ടാണ്. യെസ്, കണ്ടാൽ തന്നെ മനസ്സിലാകും. വിവരണം, ഒരു വിവരണം എങ്ങനെ തയ്യാറാക്കാം? ഒരു വിവരണം നമുക്ക് തയ്യാറാക്കി നോക്കിയാലോ? യെസ്, ഇപ്പൊ മിസ്സിന്റെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ വേഗം മിസ്സിന്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിന് വേഗം ഷെയർ ചെയ്ത് കൊടുത്തോളൂ. മക്കളെ, ക്ലാസ് ഇഷ്ടമായാൽ ഒരു കമന്റും ചെയ്തോളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഒരു വിവരണം തയ്യാറാക്കുന്നത് എങ്ങനെയാന്ന് നോക്കിയാലോ? നിങ്ങൾക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്ക് എന്തായാലും മക്കളെ വന്നിരിക്കും. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്പൺ ചെയ്യുമ്പോൾ യെസ്, വിവരണം തയ്യാറാക്കുക. ആതിര മിസ് പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ വിവരണം തയ്യാറാക്കാന്നുള്ളത്. യെസ്, അത് ഞാൻ പഠിച്ചു, മിസ്സിന്റെ ക്ലാസ് ഞാൻ കണ്ടു, എനിക്ക് വിവരണം നന്നായിട്ട് എഴുതാൻ പറ്റി, എനിക്ക് എ ഗ്രേഡ് കിട്ടി എന്ന് നിങ്ങൾ പറയും. അപ്പൊ മക്കളെ, ഒരു വിവരണം തയ്യാറാക്കി നോക്കിയാലോ? ശ്രദ്ധിച്ചോളൂ കേട്ടോ, മിസ് വായിച്ചുതരാവേ. കുട്ടനാട്ടിലെ ജലോത്സവമായ വള്ളംകളിയെ കുറിച്ച് നാം പഠിച്ചിട്ടുണ്ട്. വള്ളംകളിയിലെ വീറും വാശിയും കാഴ്ചക്കാരെയും കളിയിൽ പങ്കെടുക്കുന്നവരെയും ഒരുപോലെ ആവേശഭരിതരാക്കുന്നതാണ്. നമ്മുടെ നാട്ടിലും സംഘമായി കളിക്കുന്ന നിരവധി കളികളുണ്ട്. നിങ്ങൾ കളിക്കുന്ന ഏതെങ്കിലും ഒരു കളിയുടെ വിവരണം തയ്യാറാക്കുക. മക്കളെ, നമ്മൾ ഒരുപാട് ഗെയിംസ് കളിക്കുന്നുണ്ട് അല്ലേ, ഒരുപാട് കളികൾ കളിക്കുന്നുണ്ട് അല്ലേ. ഒളിച്ചുകളി കളിക്കുന്നുണ്ട്, കക്കുകളി കളിക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് നമ്മൾ കളികൾ കളിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്തിന്റെ വിവരണം തയ്യാറാക്കാനാ പറഞ്ഞത്? എന്തിന്റെ വിവരണം തയ്യാറാക്കാനാ പറഞ്ഞത്? യെസ്, ഒളിച്ചുകളിയുടെ വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. കാരണം ആ വിവരണത്തിൽ എന്തൊക്കെ ഉൾപ്പെടണം? യെസ്, നിങ്ങൾക്ക് ഒളിച്ചുകളിയെ കുറിച്ച് എന്തൊക്കെ അറിയാം, അതിന്റെ എല്ലാ റൂൾസ്, നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം കേട്ടോ നിങ്ങളൊരു വിവരണം തയ്യാറാക്കേണ്ടത്. അല്ലാതെ വെറുതെ കണ്ണുപൊത്തി കളി ചെയ്യേണ്ടുന്നതാണ് ഒളിച്ചുകളി എന്ന് എഴുതി വെച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയുന്ന എല്ലാം എഴുതണം. കാരണം എന്താണ്? യെസ്, കണ്ണുപൊത്തിയിട്ട് ഇങ്ങനെ എണ്ണും, ഇത്ര തൊട്ട് ഇത്ര വരെ എണ്ണും, എന്നതിന് ശേഷം ബാക്കിയുള്ളവർ ഒളിക്കാൻ പോകും. അങ്ങനെ വിശദമായിട്ട് തന്നെ നിങ്ങൾ എഴുതാൻ നോക്കുക. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാലോ എന്താന്ന്? യെസ്, ഒളിച്ചുകളിയെ കുറിച്ച് മിസ് എഴുതിയത് എന്താന്ന് നോക്കാം. മക്കളെ ശ്രദ്ധിച്ചിരിക്കണേ. ഒളിച്ചുകളി സാറ്റ് കളി എന്നും ഈ കളിക്ക് പേരുണ്ട്. ഒരു കുട്ടി 1 മുതൽ 10 വരെയോ 25 വരെയോ 50 വരെയോ എണ്ണും. ഒരു മരത്തിനോ ചുമരിനോ അഭിമുഖമായി കണ്ണുപൊത്തി നിന്നാണ് എണ്ണുക. അതിനിടെ മറ്റു കുട്ടികൾ ഒളിക്കണം. എണ്ണുന്ന കുട്ടി എണ്ണൽ പൂർത്തിയാക്കിയതിനു ശേഷം ഒളിച്ച കുട്ടികളെ കണ്ടുപിടിക്കണം. ഒളിച്ചിരിക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഓടി വന്ന് മരത്തിലോ ചുവരിലോ തൊട്ടാൽ എണ്ണിയ കുട്ടി കളിയിൽ തോൽക്കും. ഒളിച്ചിരിക്കുന്നവരെ കണ്ടുപിടിച്ച് ഓടി വന്ന് മരത്തിലോ ചുമരിലോ തൊട്ടാൽ എണ്ണിയ കുട്ടി വിജയിക്കും. യെസ്, ഒരു ഒളിച്ചു കളി എങ്ങനെയാണ് കളിക്കേണ്ടതെന്നാണ് മിസ് ഇപ്പോൾ ഇവിടെ വിവരണ രൂപത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു ഒളിച്ചുകളി എങ്ങനെ കളിക്കുന്നതെന്നൊക്കെ മനസ്സിലായല്ലോ. സാറ്റ് കളിക്കാത്തവരാരാളുള്ളത്? ആരുമില്ല അല്ലേ, എല്ലാവരും കളിക്കുന്നവരാണല്ലേ. ഈ മിസ്സാണെങ്കിലും ഇപ്പോഴും സാറ്റ് കളിക്കും, രസമാണല്ലേ. അപ്പം വിവരണം തയ്യാറാക്കാൻ പറയുമ്പോൾ എങ്ങനെ തയ്യാറാക്കാന്ന് മനസ്സിലായല്ലോ. അപ്പൊ എൻ്റെ മക്കൾക്ക് എക്സാമിന് വിവരണം തയ്യാറാക്കാന്നുള്ള ചോദ്യം വരുമ്പോൾ അടിപൊളിയായിട്ട് എഴുതൂലേ? മിസ്സിന് ഓർക്കൂലേ? മിസ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കൂലേ? അപ്പൊ എന്തായാലും മിസ്സിന്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായത് മിസ് വിശ്വസിക്കുന്നു. മക്കളെ, എന്താ ചെയ്യേണ്ടത്? വേഗം മിസ്സിന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ എന്താണ്, യെസ്, കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ.